ഹായ് ഗായ്സ്, അഖില ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വോട്ടിംഗിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യും. അതോടൊപ്പം വോട്ടിംഗിന്റെ കൃത്യമായ വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും ആരാണ് പുറത്തു പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും സിബിൻ പുറത്തു പോയിട്ടും സിബിൻ്റെ വോട്ടിംഗ് സ്ലോട്ട് ഓപ്പൺ തന്നെയാണ്. അതെന്തിനാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല. സിബിനാണെങ്കിൽ നാട്ടിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റമില്ല. തുടക്കം മുതൽ വമ്പിച്ച് മുന്നേറ്റം നടത്തി മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,52,134 എന്ന കൂറ്റൻ വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണ് തുടരുന്നത്. സിബിൻ പോയ തക്കം നോക്കിയാണ് അഭിഷേക് ശ്രീകുമാർ ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 1,15,600 വോട്ട് എന്ന നല്ലൊരു വോട്ട് നേടി 2ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. 3ാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. അർജുൻ തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും പിന്നെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. അർജുൻ ശ്രീതു കോംബോയില്ലേ, അവരുടെ ഫാൻസ് ആയിരിക്കും അത് വോട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ 1,14,570 വോട്ടോടെ അഭിഷേകുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ. 4ാം പൊസിഷനിൽ ജാസ്മിനാണ്. ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവരെ പോലെ തന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. 1,10,790 വോട്ടാണ് ജാസ്മിൻ നേടിയിരിക്കുന്നത്. ജാസ്മിൻ്റെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ അവരുടെ വോട്ടായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുന്നു. 5ാം പൊസിഷനിൽ സിബിനാണുള്ളത്. സിബിൻ പുറത്തുപോയി. ഇനി സിബിൻ്റെ കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും 1,03,460 വോട്ടുണ്ട്. ആദ്യം നേടിയ വോട്ടാണ് ഇത്. 6ാം പൊസിഷനിൽ സായി ആണുള്ളത്. സായി സേഫാണ്. സായിക്ക് ഇപ്പോൾ 1,02,560 വോട്ട് നേടി സിബിനുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6ാം പൊസിഷനാണ് തുടരുന്നത്. 7ാം പൊസിഷനിൽ അപ്സരയാണ്. അപ്സര സേഫ് ആണെന്ന് 100% പറയാം. കാരണം പെൺ മത്സരാർത്ഥികളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ് അപ്സര. 90,709 വോട്ട് നേടി 7ാം പൊസിഷൻ തന്നെ തുടരുന്നുണ്ട്. 8ാം പൊസിഷനിൽ അൻസിബയുണ്ട്. അൻസിബയ്ക്കും നല്ലൊരു വോട്ടുണ്ട്. അൻസിബയും ഏകദേശം സേഫ് സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 80,500 വോട്ട് നേടിയാണ് സേഫ് സോണായ 8ാം പൊസിഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 9ാം പൊസിഷനിൽ നോറയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു പിന്നിലേക്ക് പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ നോറ പിന്നെ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ അൻസിബയുടെ തൊട്ട് ബാക്കിലായിട്ട് 9ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 78,450 എന്ന നല്ലൊരു വോട്ട് നേടാൻ നമ്മുടെ നോറയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 10ാം പൊസിഷനിൽ അഭിഷേക് ജയദേവാണ്. അഭിഷേക് ജയദേവിന് വോട്ട് വളരെ കുറവാണ്. ഡേഞ്ചർ സോണിലാണ്. ഏത് നിമിഷവും ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം മത്സരാർത്ഥികളാണ് കൂടുതൽ പോയത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അഭിഷേക് പുറത്തുപോയി പോകാൻ ചാൻസ് ഉണ്ട്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് അഭിഷേകിന് വളരെ നിർണ്ണയമാണ്. 77,890 വോട്ടോടെ 10ാം പൊസിഷനാണ്. 11ാം പൊസിഷനിൽ ഇപ്പോഴും നന്ദനയാണ് ഉള്ളത്. നന്ദനയ്ക്ക് ചെറിയൊരു മുൻതൂക്കം ലഭിച്ചത് സിബിൻ പുറത്തായെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. കാരണം സിബിൻ്റെ കുറച്ച് വോട്ടുകൾ നന്ദനയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 74,650 എന്ന വോട്ട് നേടി 11ാം പൊസിഷനിലാണ്. 11ാം പൊസിഷനിലാണെങ്കിലും ഡേഞ്ചറിലാണ്. പുറത്തു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. 12ാം പൊസിഷനിൽ റസ്മിൻ. റസ്മിൻ 74,525 വോട്ട് നേടിയിരിക്കുന്നത്. റസ്മിൻ്റെ കാര്യം ഇതേപോലെയാണ്. വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് റസ്മിനെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം.